എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ജനുവരി മാസം 2-ാം തീയതി റിലീസിനെത്തിയ ടോവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ഐഡന്റിറ്റി. അഖിൽ പോൾ അനസ് ഖാന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസ്, തൃഷ, വിനയ് റോയ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ സിനിമ കൂടിയാണല്ലോ ഐഡന്റിറ്റി. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 4 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 8 കോടിയും കടന്നിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 10 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ. മലയാളത്തിലെ തന്നെ ഹെവി വയലൻസ് ഒരു സിനിമ കൂടിയ മാർക്കോ. ഡിസംബർ മാസം 20-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ക്രിസ്മസ് വിന്നറായി ബമ്പൻ ബോക്സ് ഓഫീസ് കുതിപ്പുമായി മുന്നേറുന്ന മാർക്കോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നിലവിൽ 16 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന മാർക്കോ എന്ന സിനിമയുടെ 4 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 16 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 38 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ആകെ 15 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 82 കോടി 50 ലക്ഷമായിരുന്നെങ്കിൽ 16-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 85 കോടിയും കടന്നിരിക്കുകയാണ്. അതേസമയം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മാർക്കോ എന്ന സിനിമ തമിഴ്നാട്ടിൽ റിലീസായി എത്തിയിരുന്നത്. തമിഴ്നാട്ടിൽ ചിത്രം ആദ്യ ദിനം 25 ലക്ഷം രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. നിലവിൽ തമിഴ്നാട്ടിന് പുറമെ തെലുങ്ക് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഹിന്ദി സംസ്ഥാനങ്ങളിലും ചിത്രം മികച്ച ഒരു ഹോൾഡ് നിലനിർത്തിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ 3D ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ബാറോസ്. ആ ദിവസം മുതലേ മിക്സ്ഡ് ആയിട്ട് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 11 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 11-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 11 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 11 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആകെ 11 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 17 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ക്രിസ്മസ് പ്രമാണിച്ചതിന് ഡിസംബർ മാസം 19-ാം തീയതി റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ്. ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 17 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പ്രകാരം റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയുടെ 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളൂ. അതുപ്രകാരം 14 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 13 കോടി 33 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായിട്ട് 15 കോടി 72 ലക്ഷം രൂപയുമാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 14 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 22 കോടി 62 ലക്ഷം രൂപയുമാണ്. നിലവിൽ 17 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ 17 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 25 കോടിക്ക് മുകളിൽ രൂപയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ തമിഴിൽ നിന്നും ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ വെട്രിമാരൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴിലെ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ വിടുതലൈ പാർട്ട് 2. വിജയ് സേതുപതി, മഞ്ജു വാര്യർ, സൂര്യ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ ചിത്രത്തിന്റെ ആദ്യ 14 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ആദ്യ 14 ദിവസം കൊണ്ട് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 43 കോടി 50 ലക്ഷം രൂപയും ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 2 കോടി 5 ലക്ഷം രൂപയും കർണാടകം ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 3 കോടി 85 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും 1 കോടി 4 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 51 കോടി 25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്നും 10 കോടി 25 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 61 കോടി 5 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രം ഓവറോൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.